ചൈന തണ്ടുകൊണ്ട് ഇതുവരെ ആരും അറിയാത്തയും ചെയ്യാത്തയും കുറച്ചധികം നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് ഞാൻ വന്നേക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ വീട്ടിലാകട്ടെ പുറത്തു വീട്ടിലാണെങ്കിൽ പിന്നെ നമ്മൾ ചില സമയങ്ങളിൽ ഫോൺ സ്റ്റാൻഡൊക്കെ നമ്മളെ കയ്യിലുണ്ട്. ചില സമയങ്ങളിൽ മാത്രമേ നമുക്ക് കാണാണ്ടിരിക്കുള്ളൂ, അങ്ങനെയൊക്കെ. പക്ഷെ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമുക്ക് ഫോൺ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ വരും അല്ലേ. അപ്പം നമ്മൾ ഫോൺ സ്റ്റാൻഡ് നമുക്ക് എല്ലായിടത്തും കൊണ്ടു നടക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ എവിടെയാണെങ്കിലും ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിൽ ഒരു പെൻസിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ടാണ് നമ്മൾ എത്ര ഇതാക്കിയാലും ഫോൺ നിലത്തേക്ക് വീഴാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരു ഫോൺ സ്റ്റാൻഡ് റെഡിയാക്കാനായിട്ട് സാധിക്കും. ഈവൻ നമ്മളുടെ കുട്ടികളുടെ മുന്നിൽ പോലും വെച്ചാൽ അവരെന്ത് കാണിച്ചാലും ഈ ഒരു സാധനം അനങ്ങുക പോലും ഇല്ല കേട്ടോ. ഇപ്പോൾ പെൻസിലിന് പകരം നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു പേനയോ എന്താണെങ്കിലും വെച്ച് കൊടുത്താൽ മതി. സൂപ്പർ ഐഡിയനെ. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു മഞ്ഞുകാലത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ഡ്രൈ ആകുക. കൈ മാത്രമല്ല, ശരീരം മൊത്തം ഡ്രൈ ആകുന്നതിന് സൂപ്പറാണ്. എന്നാലും നമ്മൾ കൂടുതൽ കൈകൾ കൊണ്ട് പല ജോലികളും ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആകുന്ന ഭാഗമാണ് നമ്മുടെ കൈ പത്തി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ദിവസത്തിൽ 1-2 പ്രാവശ്യം നിങ്ങൾക്ക് ഇത് പുരട്ടാവുന്നതാണ്. ഗ്ലിസറിനും റോസ് വാട്ടറും ഇത് സൂപ്പർ റിസൾട്ടാണ് കേട്ടോ. നമ്മൾ 2000-2500 അല്ലെങ്കിൽ പോട്ടെ 1000-1500 കൊടുത്ത ഒരു മോയ്സ്ചറൈസർ മേടിച്ചാൽ പോലും ഇത്ര കിടിലൻ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് ഞാൻ 100% ഞാൻ ഉറപ്പ് തരുന്നു കേട്ടോ. അത്ര കിടിലാണ്. ഇപ്പം ഞാൻ കുറേ ആയിട്ട് ക്രിസ്മസ് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബിസി ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഒന്നും സ്കിന്ന് നോക്കാതെ നല്ല പോലെ തന്നെ ഡ്രൈ ആയിട്ടുണ്ടായി. പക്ഷേ ഇതൊന്ന് ഒരു പ്രാവശ്യം ഇട്ടപ്പോൾ തന്നെ നല്ലൊരു ചേഞ്ചാണ് എനിക്ക് വന്നത് കേട്ടോ. പക്ഷെ നമ്മൾ പുറത്ത് പോകുമ്പോൾ പലതരം ക്രീമുകളൊക്കെ തേച്ച് പോകും. പക്ഷെ അതിനേക്കാളും 100 ഇരട്ടി റിസൾട്ടാണ് ഈ ഒരു ലിക്വിഡ് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് നമ്മളുടെ അടുക്കളയിൽ എന്നും എപ്പോഴുമുള്ള ഒരു സാധനമാണ് വെളുത്തുള്ളി അല്ലേ. തലവേദന വരുമ്പോൾ നമ്മൾ പല തരത്തിലുള്ള ബാമുകളൊക്കെ തലയിൽ തേക്കാറുണ്ട് അല്ലേ. പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വെളുത്തുള്ളി ഒരു അല്ലി എടുക്കുക, പച്ചപ്പാലെടുക്കുക കേട്ടോ, തിളപ്പിക്കാത്ത പച്ചപ്പാലെടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ഉരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് തലവേദന ഉള്ള ഭാഗങ്ങൾ, ചിലവർക്ക് പിരികത്തിൻ്റെ ആ ഒരു സൈഡായിട്ടായിരിക്കും എവിടെയാണോ നിങ്ങൾക്ക് വേദന എടുക്കുന്നത് ആ ഭാഗത്തൊന്ന് പുരട്ടി കൊടുത്ത് ഒരു 10 മിനിറ്റ് വെച്ച് ഒരു നേരിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മാത്രം മതി കേട്ടോ. അധികം ഡ്രൈ ആക്കാൻ വെക്കരുത്. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. നല്ല റിസൾട്ടാണ് കേട്ടോ. നല്ല പോലെ തന്നെ മാറിക്കിട്ടുന്നതാണ്. ഞാൻ ഈ ഒരു ഫോണിലും ലാപ്പിലൊക്കെ കുറേ അധിക സമയം ഞാൻ എഡിറ്റിംഗ് ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ തലവേദന വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം വിക്സും ബാമൊക്കെ ഉപയോഗിക്കുമ്പോൾ എൻ്റെ അവിടുത്തെ സ്കിന്ന് വളരെ ഡള്ളായിട്ട് വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു പുകച്ചിൽ മാറിക്കഴിയുമ്പോൾ തലവേദന പിന്നെയും വരും. പക്ഷേ ഈ ഒരു വെളുത്തുള്ളി കൊണ്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ നെട്ടിക്കുന്ന റിസൾട്ടാണ്. നല്ല പോലെ തന്നെ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പം വിക്സോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ ഈ ഒരു വെളുത്തുള്ളി പ്രയോഗം തന്നെയാണ് ചെയ്യുന്നത്. വളരെ അധികം ഡ്രൈ ആക്കരുത്. ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നീര് ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ അത്യാവശ്യ ഘട്ടങ്ങൾ വരുമ്പോഴേട്ടോ നമുക്കൊരു കുപ്പിയില്ല, നമുക്ക് എന്തെങ്കിലും ഒരു ലിക്വിഡ് ആയിട്ടുള്ള സാധനം നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ, യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കൊണ്ടുപോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടം. അപ്പോൾ ഈ ഒരു ലിക്വിഡ് ആയിട്ടുള്ളതും നമുക്ക് സഞ്ചിയിൽ ഇതുപോലെ ഒരു കിറ്റിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത് നമുക്ക് എത്ര കിലോമീറ്റർ വേണമെങ്കിലും കൊണ്ടുപോകാൻ സാധിക്കും. ഒരു തരി പോലും ലീക്കാകാതെ ആ ഒരു നടുഭാഗം ഇതുപോലെ പിടിച്ചു മാറ്റി വെച്ചിട്ട് ആ 2 ഭാഗവും കെട്ടിട്ടതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച നടുഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഒന്നുകൂടി കെട്ടുക കേട്ടോ. നല്ല അടിപൊളിയായിട്ടിരിക്കും. ഞാൻ തിരിച്ച് കാണിച്ചു തരുന്നുണ്ട്. നമ്മളിപ്പോൾ കുപ്പിയിലൊക്കെ വെച്ചിട്ട് നമ്മൾ കൊണ്ടുപോകൂലേ, അതേ സേഫ്റ്റി തന്നെ നമുക്ക് ഇപ്പോൾ കറിയാകട്ടെ എന്ത് സാധനമാണെങ്കിലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, ഞാൻ ഇത് കമത്തി കാണിച്ചിട്ടും ഒരു തരി പോലും പോകുന്നില്ല. അപ്പം നമുക്ക് യാത്രകളിലൊക്കെ അല്ലെങ്കിൽ ഹറിബറിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഈ ഒരു ടിപ്പ് സൂപ്പർ അല്ലേ.
ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ഇടാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഈ ഒരു ടിപ്പ് അത്ര യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ പല സിറ്റുവേഷനിലും പല ബുദ്ധിമുട്ടുകളും ഇതുപോലുള്ള കാര്യങ്ങൾ വരാറുണ്ട്, നമുക്കൊരു ബോട്ടിലൊക്കെ കിട്ടാത്ത അവസ്ഥ വരുമ്പോൾ. അടുത്തതായിട്ട് നമുക്ക് പപ്പായ തണ്ടുകൊണ്ടൊരു കിടിലൻ സൂത്രം കണ്ടാലോ. ഇതൊക്കെ ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് വളരെ പുതുമ നിറഞ്ഞതാണെങ്കിലും നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് വളരെ അധികം നമ്മളൊക്കെ കളിച്ചിരുന്ന ഒരു കാര്യമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് കുറച്ചെങ്കിലും നമ്മളുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇത് കൊടുക്കാൻ പറ്റിയ അത്രയും സന്തോഷമല്ലേ. അപ്പോൾ പപ്പായത്തണ്ട് ഇതുപോലെ ഒരു വലിയ കഷ്ണവും ഒരു ചെറിയ കഷ്ണവും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബലൂൺ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ആ ഒരു ചെറിയ പീസ്. ഇത് കാണുമ്പോൾ തന്നെ മിക്കവർക്കും മനസ്സിലാകും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് കേട്ടോ. വളരെ അടിപൊളി. ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ചെയ്തപ്പോൾ എനിക്ക് തോന്നി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന്. ആ ബലൂൺ ഇതുപോലെ വെച്ച് കൊടുത്ത് ഒരു സെലോ ടാപ്പ് കൊണ്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ ഉത്സവ പറമ്പിലൊക്കെ പോയാൽ ഇങ്ങനത്തെ ടോയൊക്കെ കിട്ടും, പക്ഷെ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഇത് വളരെ 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 ഞാൻ കുട്ടിക്കാലം ഓർത്തു പോയെന്ന് വെച്ചാൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി ഷെയർ ചെയ്ത് കളിക്കുകയും പിടിക്കുകയൊക്കെ. ഇപ്പോൾ എൻ്റെ മോനിക്ക് കൊടുത്തപ്പോൾ മോനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ കുറേ ടോയ്സ് മേടിച്ചു കൊടുക്കുന്നതിനേക്കാളും ഇതുപോലുള്ള കാര്യങ്ങൾ അവരെ കൂടി നമ്മൾ അറിയിക്കണം. നമ്മൾ ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്തിരുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി ഒരു കിടിലൻ ഐറ്റം അല്ലേ. അപ്പോൾ കേട്ടില്ലേ, പീ എന്നുള്ള ശബ്ദം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അടുത്തതായിട്ട് പപ്പായ തണ്ടുകൊണ്ട് അടുത്തൊരു സൂത്രം. നമ്മൾ ചെറിയ ചെറിയ ചെടികളൊക്കെ ബന്ധുക്കളെ വീട്ടിലും അല്ലെങ്കിൽ നമ്മൾ മുളപ്പിച്ചൊക്കെ എടുക്കും. പക്ഷെ നമ്മളത് മണ്ണിലേക്ക് നട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് ചീഞ്ഞു പോകും, അല്ലെങ്കിൽ ഒരു ചെറിയ കാറ്റ് വന്നാൽ അത് ഒടിഞ്ഞു പോകും, അല്ലെങ്കിൽ ആരെങ്കിലും അതിൽ തൊട്ടാൽ തന്നെ അത് ഇതായിപ്പോകും. നമ്മളിപ്പം മുളപ്പിച്ചൊക്കെ എടുക്കുമ്പോൾ നമ്മൾ വിത്തൊക്കെ ഇട്ട് മുളപ്പിച്ചാലല്ലേ. അപ്പോൾ ഇതിപ്പോൾ നീട്ടം കൂടുതലായിട്ടുള്ള ഒരു ചെടി ആയതുകൊണ്ടാണ് ഇത്രയും നീട്ടത്തിൽ പപ്പായത്തണ്ട് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ചെറിയ ചെടികളാണെങ്കിൽ ചെറിയ ചെറിയ പീസാക്കി എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ നടുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാനും പെട്ടെന്ന് അത് വളരുവാനും. ഇപ്പം വേനലാകുമ്പോൾ ആ വെള്ളത്തിൻ്റെ ആ ഒരു കുറവില്ലേ, അതൊക്കെ പരിഹരിക്കാൻ ഈ ഒരു പപ്പായ തണ്ട് സഹായിക്കുന്നതാണ്. നല്ലതുപോലെ വളരുവാനും അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് വളരുവാനും അതുപോലെ തന്നെ നല്ല കരുത്തോടു കൂടി വളരുവാനും ഈ ഒരു ചെടിക്ക് ഈ ഒരു പപ്പായത്തണ്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് കൊണ്ട് സഹായകരമാണ് കേട്ടോ. ഇപ്പം മഴക്കാലത്താണെങ്കിലും ഈ ഒരു തണ്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ അത് മറിഞ്ഞു പോകാതെ നേരെ തന്നെ നിൽക്കുവാനൊക്കെ സഹായിക്കും. നല്ല സൂപ്പർ ഐഡിയ ആണ്. ഇപ്പം മുളകൊക്കെ നട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് അത് വീണ് ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഇല്ലേ, അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മളുടെ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് വെള്ള വിനാഗിരിയാണ് കേട്ടോ. അത് ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളുടെ ആപ്പിൾ സൈഡർ വിനീഗർ, അത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അതില്ലെങ്കിൽ അത് വേണ്ട, നമ്മളുടെ സാധാ വിനാഗിരി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ലിക്വിഡില്ലേ, അതിൽ നമ്മൾ ഒഴിച്ച് വെക്കുക കേട്ടോ. ഈ മഞ്ഞൾ, ഉപ്പ്, അതുപോലെ തന്നെ വിനാഗിരി ഇവയുണ്ടെങ്കിൽ പാത്രത്തിലെ മെഴുക്കുകൾ വളരെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുവാനും ബാഡ് സ്മെൽ, ഇപ്പം നമ്മൾ ക്ലീനിങ് പർപ്പസിന് എടുക്കുമല്ല, നമ്മൾ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ക്ലീൻ ചെയ്യാനും ഈ ഒരു ലിക്വിഡ് കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി. നല്ലതുപോലെ തന്നെ ക്ലീനായി കിട്ടുകയും ചെയ്യും. ക്ലീനായി കിട്ടുന്നതിനോടൊപ്പം തന്നെ അണുക്കളെ നശിപ്പിച്ച് കളയാനും ഇതിന് നല്ലൊരു കഴിവുണ്ട്. ഇത് എടുക്കുമ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ ഷെയ്ക്ക് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. വാട്ടർ ബോട്ടിലൊക്കെ നമ്മൾ എപ്പോഴും കഴുകിയാലും അതിൻ്റെ ഉള്ളിലൊരു ബാഡ് സ്മെല്ല് അല്ലെങ്കിൽ വളുവെളുപ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു നുള്ളി, ഇതിപ്പോൾ ഞാൻ ഒഴിച്ച ലിക്വിഡ് കൂടി പോയിട്ടുണ്ട്, കുറച്ച് മാത്രം ഒരു 1/4 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഷെയ്ക്ക് ചെയ്ത് വെള്ളമൊഴിച്ച് കഴുകി കഴിഞ്ഞാൽ ആ ഒരു ബാഡ് സ്മെല്ലും പോയി കിട്ടും. അതുപോലെ അതിൻ്റെ ഉള്ളിൽ വഴുവഴുപ്പ് പിടിക്കേയില്ല കേട്ടോ. 2 ദിവസമൊക്കെ കൂടുമ്പോഴത്തേക്കും ഇതുപോലെ കഴുകി കഴിഞ്ഞാൽ വെള്ളമൊഴിച്ച് നല്ലതുപോലെ ഷെയ്ക്ക്
ഷെയ്ക്ക് ചെയ്ത് കഴുകിയാൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു ടിപ്പാണ്. ഇതുപോലെ തന്നെ നമ്മൾ ഫ്ലാസ്ക് അതുപോലുള്ള പാത്രങ്ങളിലെ കാസറോൾ ഇവയെല്ലാം ഇതുകൊണ്ട് കഴുകിക്കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ഒരു മണമായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു പുതുമ നഷ്ടപ്പെടാതിരിക്കാൻ നല്ലതാണ്. മഞ്ഞളൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ ഇനി കളയാൻ വെച്ചേക്കുന്ന ഒരു ലെഗിൻസ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഫുൾ കൈയുടെ എന്തെങ്കിലും ഒരു ബനിയനോ എന്താണെങ്കിലും എടുത്താൽ മതി കേട്ടോ. ഞാൻ ഇപ്പോൾ ലെഗിൻസാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ നിങ്ങൾ കളയാൻ വെച്ചേക്കുന്ന സാധനം എടുത്താൽ മതി. നമ്മൾ ഉപയോഗിക്കുന്ന സാധനം വേണമെന്നൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ അളവിന്, കൈയുടെ അളവിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടിപൊളി സൂത്രമാണ്. നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള, നമുക്ക് മടിയായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ കൈ ഏറ്റവും കൂടുതൽ ഡ്രൈ ആവുകയും അതുപോലെ തന്നെ നഖത്തിൻ്റെ സൈഡിൽ ഇൻഫെക്ഷൻ വരുന്നതും നഖം പൊട്ടിപ്പോകുന്നതും എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം തന്നെയാണ് ഈ ഒരു സൂപ്പർ വിദ്യ. കയ്യുറ ഞാനിവിടെ എടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ കവർ എടുത്താൽ മതി. കവർ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. കയ്യുറ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് എടുത്തേക്കുന്നത് കേട്ടോ. ഞാൻ പ്ലാസ്റ്റിക് കവർ കൊണ്ട് കയ്യുറ ഉണ്ടാക്കുന്നതും ഞാൻ വളരെ സിമ്പിളായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അത് വേറൊരു വീഡിയോയിൽ കാണിച്ചുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിക്കാനത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ കയ്യിലിട്ട് കൊടുക്കുക. കയ്യിലിട്ട് കൊടുത്തിട്ട് ലൂസ് ഉണ്ടെങ്കിൽ ഒന്ന് ടൈറ്റ് എന്തെങ്കിലും ഒരു പിന്നോ എന്തെങ്കിലും കുത്തുക. ഇല്ലെങ്കിൽ നല്ല ടൈറ്റായിട്ടുള്ള ഇത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്ന രീതിയിലുള്ള ഇത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, ലെഗിൻസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പാത്രം കഴുകുമ്പോൾ ഈ ഒരു ഇത് ലിക്വിഡ് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് ഈസി ആയിട്ട് പാത്രം കഴുകാനായിട്ട് സാധിക്കും. ഒരു തരി പോലും കൈ നനയാതെ തന്നെ നമുക്ക് കഴുകാനായിട്ട് സാധിക്കും. ഞാൻ ആ രണ്ട് സൈഡിലും പിന്നു കുത്തിയിട്ടുണ്ട്. എൻ്റെ പാൻറ് കുറച്ചധികം പഴക്കമുള്ളതുകൊണ്ട് തന്നെ നല്ല ലൂസായിട്ടുണ്ടായിരുന്നു. നല്ല ടൈറ്റിന് കയ്യിലിരിക്കുമ്പോൾ എന്താ വെച്ചാൽ കയ്യുറ താഴോട്ട് വരുന്ന ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ കൈയുടെ ഉള്ളിലേക്ക് സോപ്പ് പതയോ സോപ്പോ ഒന്നും കയറേയില്ല. നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഒരു തരി പോലും നമ്മളുടെ കൈ ഇത് ചീത്താവില്ല. ഈ ഒരു ലിക്വിഡ് കൊണ്ട് നമുക്ക് സിങ്കൊക്കെ കഴുകിയാൽ നല്ല വെട്ടിത്തിളങ്ങും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഉപ്പും മഞ്ഞളും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ. അതുപോലെ മീനും ഇറച്ചിയൊക്കെ ക്ലീൻ ചെയ്താൽ ബാഡ് സ്മെല്ല് കളയുവാനും ഈ ഒരു ലിക്വിഡ് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ലിക്വിഡിലേക്ക് ഞാൻ ഉണ്ടാക്കിയ ആ ഒരു മിശ്രിതം ഒഴിച്ചു കൊടുത്ത് വെച്ചാൽ മാത്രം മതി. അത് എത്ര കാലം വേണമെങ്കിലും ഇരുന്നോളും, യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതുപോലെ തന്നെ പാത്രങ്ങൾ നമ്മൾ കുറേ ഉരച്ചിപ്പം അടി പിടിച്ച പാത്രങ്ങളൊക്കെ ഇല്ലേ, അത് കഴുകാനൊക്കെ കുറേ സമയം എടുക്കില്ലേ. ഈ ഒരു ലിക്വിഡ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ കളയാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മളുടെ ഗ്യാസ് സ്റ്റൗ ഒക്കെ തുടച്ചെടുത്താൽ നല്ല ക്ലീൻ ആകും, നല്ല പുത്തനായിട്ടിരിക്കും, ഫെയ്ഡായി പോകുകയില്ല. സിങ്ക് ആകട്ടെ, നമ്മളുടെ ഗ്യാസ് അടപ്പാകട്ടെ, ഏതൊരു ക്ലീനിങ് പർപ്പസിനും ഈ ഒരു ലിക്വിഡ് ഒഴിച്ച ആ ഒരു സോപ്പ് വെള്ളം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ നിലമൊക്കെ തുടക്കുമ്പോഴും ആ ഒരു ലിക്വിഡ് കുറച്ച് ഒഴിച്ച്, കുറേയൊന്നും അല്ല, ഒരു ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ച് നമ്മൾ നിലം തുടക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആകുകയും ചെയ്യും. അതുപോലെ തന്നെ അണുക്കൾ നശിച്ചു പോവുകയും ചെയ്യും കേട്ടോ. ഉപ്പ് അതുപോലെ തന്നെ മഞ്ഞളൊക്കെ വളരെ നല്ലതാണ്. നെഗറ്റീവ് എനർജിയെ കളയുവാനും സൂപ്പറാണ് കേട്ടോ. കണ്ടില്ലേ, കൈയൊന്നും ഒരു തരി പോലും നനയാതെ തന്നെ നമുക്ക് ഈ ഒരു പാത്രങ്ങൾ കഴുകിയെടുക്കാനായിട്ട് സാധിച്ച്. നമ്മൾ ഈ ഒരു ഇതൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ പാത്രങ്ങൾ എന്തായാലും കഴുകുന്നത്, ഞാനെന്ന് വെച്ചാൽ രാവിലത്തെ പാത്രം ഒരുമിച്ച് ഉച്ചക്കത്തെ പാത്രം ഒരുമിച്ച് അങ്ങനെയാണ് ഞാൻ കഴുകുന്നത്. രാവിലെ തന്നെ കുക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിയും. അപ്പോൾ എല്ലാ ടിപ്സും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.